കൊള്ളാല്ലേ? വഴി നോക്കിക്കേ. അയ്യോ, കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാം. ഇത് വേണേ ശ്രദ്ധിച്ചോണേ. ശരി, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകുവാണ്. അത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർലി സിനിമയിലെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇല്ലേ, അതായത് കുളവും കുറേ മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കിടിലിനൊരു ലൊക്കേഷൻ. നിങ്ങളത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കുമിളിയാണ്. കുമിളിയിൽ നിന്ന് ഇനി വണ്ടിപ്പെരിയാർ, അവിടുന്ന് പാമ്പനാർ, അവിടുന്നാണ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 24 കിലോമീറ്ററേ ഉള്ളൂ അവിടം വരെ. ശരിക്കും പറഞ്ഞാൽ പാമ്പനാർ വരെ പോകണ്ട, പാമ്പനാറിന് മുമ്പ് ആണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത്. അപ്പോൾ ഞാനിന്ന് പോകുന്നത് സോളോ ആയിട്ടാണ് പോകുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്കല്ല പോകുന്നത്. ഞാൻ കോട്ടയം പോകുവാണ്. അപ്പം കോട്ടയം പോകുന്ന വഴിക്ക് ജസ്റ്റ് ആ ഒരു സ്ഥലത്തും കൂടെ കയറിയിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് ഓർത്തു. ഇപ്പോൾ സമയമെന്ന് പറയുന്നത് 2 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ ചെല്ലും, സീനൊന്നുമില്ല. ഇവിടെയൊക്കെ നോക്കിയാൽ ഫുള്ള് തേയിലയൊക്കെ ആയിട്ട് ഫുള്ള് തേയില കൃഷിയാണ് ഇവിടെ എല്ലാം. അങ്ങനെ നമ്മൾ വണ്ടിപ്പെരിയാർ എത്തിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഉള്ളൂ വണ്ടിപ്പെരിയാർ ടൗണിലേക്ക് കയറാനായിട്ട്. ഇന്ന് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ വെയിൽ ഉണ്ടേ പോലും വെയിലിന് അത്ര ചൂടില്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊത്തത്തെ ഒരു തണുത്ത ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് വെയിലുണ്ടെങ്കിലും വലിയ സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല എന്താ പറയുന്നത്, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വഴിയാണെങ്കിലും ചുമ്മാ അടിപൊളി വഴിയാണ്. ഫുള്ള് നല്ല കിടിലൻ റോഡാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴയായിരുന്നു. ഇന്നാണ് അത്യാവശ്യം മഴയൊന്നും ഇല്ലാതെ ഒന്ന് കിട്ടിയത്. കണ്ടില്ലേ? അയ്യോ, പശുമാമു സീനാണല്ലോ. ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ഒരു വ്യൂ നോക്കിക്കുക നിങ്ങൾ. ആ ഒരു തേയിലയിലേക്ക് ശരിക്കും ആ ഒരു വെയിലടിക്കുമ്പോൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആ ഒരു തേയില അട്ടേക്കുന്ന അതിലേക്ക് വെയിലടിക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ഭംഗി കേട്ടോ. ഇത് നോക്കിയോ, ഇതെല്ലാം ഫുള്ള് നല്ല ഇല ഇങ്ങനെ തളിർത്ത് നിൽക്കുന്ന ആ ഒരു ടൈമാണ്. നല്ല രസമുണ്ട്. അതുകൊണ്ട് വെയിലിങ്ങനെ അടിക്കുമ്പോൾ കാണാനായിട്ട് ആ ഒരു ഇളം പച്ച കളറും അതിൻ്റെ അടുത്ത് ആ ഒരു വെയിലും കൂടെ അടിക്കുമ്പോഴേക്കും നല്ല ഇങ്ങനെ എന്താ പറയുന്നത്, തിളങ്ങി നിൽക്കുന്നു മൊത്തത്തിൽ. ഇത് കണ്ടില്ലേ, ഫുള്ള് എന്ത് രസമാണ് നോക്കിയേ. ആ ഒരു ടോപ്പിലൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ വണ്ടിപ്പെരിയാർ ടൗണിലെത്തിയിട്ടുണ്ട്. ടൗണിലേക്ക് കയറുന്നതേ ഉള്ളൂ. ഇത് ടൗണിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഓയ്യോ, ഇത് നോക്കിക്കേ, ഇതാണ്. ഇത് കണ്ടോ, എന്ത് രസമാണ് നോക്കിക്കേ. ഈ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ ഗവിക്കൊക്കെ പോകുന്ന വഴിയാണ്. എന്തുവാ ഇത്, പുള്ളിയുണ്ടല്ലോ നോക്കുന്ന പോലുമില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വെള്ളമൊക്കെ കുറവാണല്ലോ. അടുത്ത പശുമാമ ഉയർ. നിങ്ങൾ ഈ ഒരു സ്ഥലം നോക്കി, ഇതെന്ത് രസമല്ലേ ഇവിടെ കാണാനായിട്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ തേയിലയൊക്കെ എടുക്കുന്നുണ്ട്. അയ്യോ, തൂയിക്ക് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി അറിയത്തില്ല. ഇല്ലാതെ അവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയി നോക്കായിരുന്നു. പക്ഷെ അത് ഏതിലെയാണോ വഴി. ഓ അതെ, അതാന്ന് തോന്നുന്നു വഴി. അതിലെ അങ്ങനെ ഇറങ്ങി അങ്ങനെ അവിടെ ചെല്ലാന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മളിതേ ഈ ഒരു റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരവും കൂടെ ഉള്ളൂ. പക്ഷേ ഈ ഒരു വഴിയുണ്ടല്ലോ, ഓ സീൻ.
നോക്കിക്കേ, എന്ത് രസമല്ലേ. പക്ഷേ വഴിക്ക് വീതി കുറവാണ്, അതിൻ്റെ മാത്രം ചെറിയ പ്രശ്നങ്ങൾ വലിയ വണ്ടികളും ഒക്കെ ആയിട്ട് വരും. പക്ഷെ എന്നാലും സീനില്ല. ഓ, ഇത് വേറെ ലെവല്. രണ്ട് സൈഡും ഫുള്ള് തേയിലയാണ്. ആ എൻ്റെ മോനെ, നിങ്ങളിതേ അങ്ങോട്ട് നോക്കി, എന്ത് രസമല്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെ ഒരു ട്രാക്ടർ വരുന്നുണ്ട് തേയിലയൊക്കെ ആയിട്ട്. സീൻ KL6. ഇത് 97 മോഡലെങ്ങാണ്ട കേട്ടോ വണ്ടി. 6A ആണ്. ഓ, സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. നമ്മുടെ ഗൂഗിൾ ചേച്ചിയാണെങ്കിൽ നമ്മൾ ഇതിൽ ഏതിലേക്കോ കൊണ്ടുപോകുവാണ്, എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. പക്ഷേ വന്ന വഴിയൊക്കെ അടിപൊളിയാണ്, ഫുള്ളൊരു ഗ്രാമപ്രദേശം പോലെ കിടക്കുന്ന ഏരിയ. ഇതെല്ലാം ആണെങ്കിലും നിങ്ങൾ നോക്കിക്കേ, നമ്മളിപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്ന ഈ ഒരു വഴി നോക്കിക്കേ, ഒരു എന്താ പറയുന്നത്, ശകല റോഡിൻ്റെ സൈഡ് മാത്രം ടാർ ചെയ്തേക്കുന്നു, ബാക്കി കോൺക്രീറ്റ്. ഇത് കണ്ടോ, ഇത് നോക്കി, മരമൊക്കെ നോക്കി. ഓ എൻ്റെ ഒന്നേ, അറിയിക്കടാ എന്തുവാ ഇത്. അയ്യോ, ഒന്നും പറഞ്ഞുകൂടാ, അണ്ണൻ കമ്പനി അടിച്ചിടും. ഇതിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഈ ഒരു വഴിയെ കൂടെ ഇങ്ങനെ നമ്മൾ പോകുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി, ഗൂഗിൾ മാപ്പ് ഇട്ട് ആ ഒരു കറക്റ്റ് ലൊക്കേഷനിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഏതിലേ കൊണ്ടുപോകുന്നൊന്നും ചോദിക്കരുത് കേട്ടോ. ഇനിയിപ്പം ഏതാനും മീറ്ററുകൾ മാത്രമേ ഉള്ളെന്നാണ് നമ്മുടെ ഗൂഗിൾ ചേച്ചി നമ്മളോട് പറയുന്നത്. പക്ഷേ ഇത് നോക്കി, അയ്യോ ജോസിൻ്റെ അതിൽ ഒരു ചെറിയൊരു തോടൊക്കെ പോകുന്നുണ്ട്. കൊള്ളാല്ലേ. എന്തായാലും സംഭവം ചുമ്മാ കിടിലാണ്. അതുപോലെ തന്നെ നല്ല രസമുണ്ട് ഈ ഒരു വഴി കൂടെ വരാനായിട്ട്. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അയ്യോ, ഈ വഴി വല്ലതും ആണോ നമുക്ക് പോകണ്ടേ? ഇത് നോക്കി, ഇവിടുത്തെ വീടും കാര്യങ്ങളും ഒക്കെ നോക്കി. ഓ, ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ ഫ്രണ്ടിൽ കാണുന്ന, ആ ഒരു അത്ര ഇടാം, അതൊരു രക്ഷയില്ലാത്ത ഫ്രെയിമാണ്. ഒരു കൊച്ച് പൂച്ചേനെയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന അതുകൊണ്ട് ആ ഒരു ഫ്രെയിം, ആ ഒരു അമ്പലവും അതിൻ്റെ അവിടെ, അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. ഇതെങ്ങോട്ടുള്ളൊരു വഴിയാണ്, നല്ല രസമുണ്ടല്ലോ വഴി. കയറിപ്പോയാലോ? വേണ്ടല്ലേ. ഓ, ആ ഒരു ഏരിയ ഒക്കെ കാണാൻ എന്ത് രസമല്ലേ. തൂയിക്ക് നമുക്ക് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് വന്നാലോ. അപ്പം ഗായ്സ്, നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ എവിടെയോ ആയിരുന്നു, പക്ഷെ നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നു. പക്ഷെ എന്തായാലും വന്നതല്ലേ, ജസ്റ്റ് ഇതിലേ ഒന്ന് പോയി നോക്കാം. ആരും പിടിച്ച് ഇടിച്ചില്ലെങ്കിൽ നമുക്ക് അറ്റം വരെ പോയി എന്താ സംഭവം എന്നൊക്കെ അറിഞ്ഞിട്ട് വരാം. ആ ഒരു മരമൊക്കെ നിൽക്കുന്ന എന്ത് രസമല്ലേ കാണാനായിട്ട്. ഓഹോ, ഒരു പഴയ എന്തോ വീടെങ്ങാണ്ടുണ്ട് ഇവിടെ. ഓ, ഇത് ഈ വീട്ടിലേക്കുള്ള വഴിയാണല്ലോ. ഓ, ജസ്റ്റ് അവിടെ കൂടെ ഒന്ന് പോയിട്ട് വരാവേ. എന്തായാലേ ഒരു 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 പ്രത്യേക ഒരു വൈബ്. ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു വ്യൂ നോക്കി,
അടി സെറ്റാണല്ലോ. എന്തായാലും സംഭവം കൊള്ളാം. നമുക്കിനിയിപ്പോൾ തിരിച്ചങ്ങോട്ട് പോവാം. കുറച്ചപ്പുറത്താണ്, ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ നമ്മളിങ്ങോട്ട് മാറി വന്നതേ ഉള്ളൂ. എൻ്റെ പോലെ ചുമ്മാ പക്ഷെ ഈ ഒരു ഫ്രെയിം നമ്മൾ അവിടെ നിന്ന് കണ്ടപ്പോൾ ചുമ്മാ വേറെ ലെവലായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടത്തില്ല. അതാണ് അതിൻ്റെ അകത്ത് ഒരു ട്വിസ്റ്റ് കേട്ടോ. ഒന്നോ വഴിയൊക്കെ കുറേയൊക്കെ പോയി കിടക്കുവാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് എൻജോയ് ചെയ്തങ്ങ് പോകാനുള്ളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത് എന്ന് തോന്നുന്നു. ഒരു പിടുത്തമില്ലല്ലോ. ഓ ഇത് തന്നെ ഇത് തന്നെയാണോടാ. ഇതിപ്പോൾ എനിക്ക് വഴി തെറ്റിയതാണോ അതോ എന്താണോ? ഇതൊക്കെ എങ്ങോട്ടുള്ള വഴിയാണോ ആവോ? ഓക്കെ, ഇത് തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും ഈ വഴി അങ്ങോട്ട് പോയി നോക്കാം, എവിടെയെങ്കിലും ഒക്കെ ചെന്നെത്തുമായിരിക്കും. യാ മോനെ, ഇവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ടല്ലോ. അതായത് വഴി നോക്കിക്കേ. അയ്യോ, ഈ ചെളിക്കാത്തൊക്കെ വീണ് കഴിഞ്ഞാൽ കുളിക്കാം. ഇത് തന്നെ. ഓഹോ, അങ്ങനെ നമ്മളിത് ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. നിങ്ങളിത് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാം. ഇത് വേണോ, ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ഹെഡ്സെറ്റ് ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ ഹെഡ്സെറ്റും കൂടെ നോക്കുവാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. ആര് നല്ല സൗണ്ടാണ് കേട്ടോ. സോ ഗൈസ്, നമ്മളിത് ഫൈനലി ഇത് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളിത് ഇവിടുത്തെ ഒരു സ്ഥലമൊക്കെ നോക്കിയേ, എന്ത് രസമല്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെ ഒരു ഫുള്ള് മൊത്തത്തിൽ ഒരു പീസ് മൈൻഡാണ്, അതൊരു പീസായിട്ടുള്ളൊരു വൈബാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കുറേ കിളികളുടെ ഒരു ആ ഒരു ഇതും ഒരു പ്രത്യേക ഒരു വൈബ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ നമ്മുടെ ചിറക്കിനും ഇവിടെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ, എന്ത് രസമല്ലേ. അതായത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അടിപൊളിയാണ്. അടിപൊളി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത് വേറെ ലെവലാണ്. അതുപോലെ നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറേ മലയും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ ഏതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷേ സംഭവമൊക്കെ അടിപൊളിയാണ്. നോക്കിയേ. അപ്പോൾ നിങ്ങളിത്
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് കാണുമ്പം തന്നെ മനസ്സിലാവും. അതായത് ഈ ഒരു മരവും അതിൻ്റെ നടുക്കൂടെ ചെറുതായിട്ടുള്ളൊരു മൺവഴിയും അതിൻ്റെ അടുത്ത് ഈ ഒരു സൈഡിലുള്ളൊരു കുളവും എന്ത് രസമല്ലേ മൊത്തത്തിൽ കാണാനായിട്ട്. അതായത് നമ്മുടെ ആ ഒരു ചാർലിക്കകത്ത് ദുൽഖർ സൽമാനും അവരും എല്ലാം കൂടെ ചാടി കുളിക്കുന്ന ആ ഒരു കുളമാണിത്. ഈ ഒരു മരം നോക്കി എന്തായാലും നല്ല രസമുണ്ട്. നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് നൈസിലൊന്ന് കയറാം. നോ നോ യാ പോയി എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴിയും കാര്യങ്ങളും ഗൂഗിൾ മാപ്പിൽ തന്നെ ഉണ്ട്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കൊടുത്താൽ മതി. ചാർലി ആ ഒരു സിനിമയ്ക്കകത്തെ ലൊക്കേഷൻ കറക്റ്റ് ഇവിടെ തന്നെ നമ്മളെ കാണിക്കും. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാനിപ്പം പറയാം കേട്ടോ. അപ്പോൾ ലത്രം ടീ എസ്റ്റേറ്റ് നിയർ തെപ്പക്കുളം എന്ന് പറയുന്നതാണ് നമ്മുടെ ആ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു വേറൊരു ബ്ലൂവും കൂടെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വരണം. കാരണം അതുപോലെ മനോഹരമായ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കിടലിനായിരിക്കും. ഇപ്പം വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മഞ്ഞ് കയറാൻ ചാൻസ് ഉണ്ട്. മഴയും കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മഞ്ഞാവും. അല്ല വേറൊരു ആംബിയൻസ് തന്നെയായിരിക്കും. ഇപ്പം തന്നെ ചുമ്മാ കിടലിനാണ്. പിന്നെ അപ്പോഴത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ അല്ലേ. അയ്യോ, ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ഇവിടുന്ന് തിരിച്ചു പോകാം. അതിന് മുമ്പ് എനിക്ക് ഈ ഒരു വഴി കുറച്ച് അപ്പുറം വരെ പോയി നോക്കണമെന്നുണ്ട്. അതും കൂടെ നമുക്ക് പോയി നോക്കാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു വഴി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ഓഹോ, വഴി തീർന്നോ? ഇല്ലല്ലോ. ഇതെനിക്ക് തോന്നുന്നേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എസ്റ്റേറ്റ് ആണ്. കൊള്ളാമല്ലോ. വഴി അങ്ങ് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ ജീപ്പും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. പക്ഷെ നമ്മൾ ഒത്തിരി അങ്ങനെ പോകാനും പറ്റത്തില്ല. കാരണം ഇത് എസ്റ്റേറ്റ് റോഡ്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയും കൂടാണ്. ഓന്നോ, അതാന്ന് തോന്നുന്നു എസ്റ്റേറ്റിൻ്റെ ഇത്. അതാണ് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒത്തിരി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷേ ഇവിടുന്ന് താഴേക്കൊക്കെ ഉള്ളൊരു വ്യൂ നോക്കിക്കേ. എന്തായാലേ അതിലെല്ലാം ഒരു വഴി പോയിട്ടുണ്ട്. ഈ ഒരു റോഡൊക്കെ നേരെ അവിടെ ചെന്ന് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു റോഡാണെങ്കിൽ പോലും ഏതിലൊക്കെ അവിടെ കണക്ട് ചെയ്യുമായിരിക്കും. ഭയങ്കര ഒരു മല കേട്ടോ. നമുക്കെന്തായാലും പോവാം. ഓക്കേ, അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഒരു വേറൊരു വൈബാണിത്. എന്തായാലും നമുക്ക് മഴയൊക്കെ ഉള്ളൊരു ടൈമിൽ ഒന്നുകൂടെ വരാം. ആ ഒരു ടൈമിൽ ഇതെങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് അപ്പം അറിയാം കേട്ടോ. ഇന്ന് റോഡ് ഇച്ചിരി മോശമാണ്. കാറും കൊണ്ടൊക്കെ വരുന്നവർ നോക്കിയും കണ്ടുമൊക്കെ വരിക. അടിയൊക്കെ തട്ടാൻ നല്ല ചാൻസ് ഉണ്ട് നോക്കിയെടുത്തില്ലെങ്കിൽ. ഇത് ഇവിടെയൊക്കെ ഭയങ്കര അത്യാവശ്യം സീനുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് അടിയൊക്കെ തട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വണ്ടിയും കൊണ്ട് വരുവാണേലും ആ ഒരു റോഡിൽ ഇട്ടിട്ട് വരിക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അവിടെ നിന്നെല്ലാം വിട്ടിട്ട് നേരെ തിരിച്ച് റോഡിൽ വന്നിട്ടുണ്ട്. ഇത് മെയിൻ റോഡല്ല. മെയിൻ റോഡിലേക്ക് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം. അതായത് നമ്മൾ വന്ന വഴി കൂടെ എല്ലാം തിരിച്ച് ചെല്ലണം. നേരെ പാമ്പനാറ് ചെല്ലണം. പാമ്പനാറ് ചെന്നിട്ട് വേണം നമുക്കിനി പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം നമ്മുടെ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ്റെ ലിങ്കും കൂടെ താഴെ കൊടുത്തേക്കാം. അത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.